ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും കുരുക്കുകൾ മുറുകുക തന്നെയാണ് ചെയ്യുന്നത്. സ്വാതി മലിവാളിന്റെ മർദ്ദന പരാതി കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കെജ്രിവാളിനെ. ഇതിപ്പോ കെജ്രിവാൾ മദ്യനയ കേസിൽ അകത്ത് കിടക്കുക തന്നെയായിരുന്നു നല്ലത് എന്നാണ് തോന്നുന്നത്. കാരണം സ്വാതിയെ ആക്രമിച്ചത് കെജ്രിവാളിന്റെ PA ആണെങ്കിലും അപമാനവും കേസും എല്ലാം ആക്കാണ് കെജ്രിവാൾ തന്നെയാണ്. ഇപ്പൊ സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പരാതിക്ക് വിരുദ്ധമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സംഭവം നടന്നു എന്ന് പറയുന്ന കെജ്രിവാളിന്റെ വസതിയിൽ വാക്കു തർക്കം ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മർദ്ദനവും നടന്നു കാണും എന്നുള്ളതിൽ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയുടെയും സിസോദിയും രൂപീകരിച്ച പരിവർത്തൻ എന്ന സംഘടനയിലൂടെയാണ് സ്വാതി മലിവാളിന്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ അഴിമതി കേസിൽ അണ്ണാ ഹസാരയുടെ പോരാട്ടത്തിലും അതുപോലെ സ്വാതി നിർണായകമായിട്ടൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പൊ 2015 സ്വാതി ഡൽഹി വനിതാ കമ്മീഷനായിട്ട് ചുമതലയേൽക്കുന്നത്. അവസാനം പാർട്ടി തന്നെയാണ് രാജ്യസഭാ സീറ്റ് സ്വാതിക്ക് നൽകുന്നത്. ഈ ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തി തന്നെയാണ് ഈ സ്വാതി മൽവാൾ. അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ പല നേതാക്കളുടെയും കണ്ണിലെ കരട് തന്നെയായിരുന്നു ഇവരെന്ന് പറയാം. ഇവിടെ സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെയാണ് സ്വാതിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. അതും കെജ്രിവാളിന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എന്ന് തന്നെ പറയാം. എന്ത് സുരക്ഷയാണ് ആ ഒരു പാർട്ടി അതിന്റെ നേതാക്കൾക്ക് കൊടുക്കുന്നത്? ഒരു മുഖ്യമന്ത്രി വസതിയിലാണ് ഈ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സ്വാതിക്ക് വേണ്ട പിന്തുണ പാർട്ടി നൽകുന്നതിന് പകരം സ്വാതിക്ക് ആം ആദ്മി നൽകിയിരിക്കുന്ന എന്താണ്? ആക്ഷേപം മാത്രമാണ്. BJPയുടെ ഏജന്റ് എന്നാണ് അതിഥി അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പാർട്ടി എന്ത് സുരക്ഷയും ഉറപ്പുമാണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്? ഇവിടെ സ്വാതിയുടെ ഈ ഒരു രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്നുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. സ്വാതി പാർട്ടി വിട്ടാൽ അത് തിരിച്ചടിയാകാൻ പോകുന്നത് പാർട്ടിക്ക് തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്യും. ഇവര് പാർട്ടി വിട്ടാൽ തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടമാവുകയും ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഉറപ്പായും BJP ആ ഒരു അവസരം മുതലാക്കുകയും ചെയ്യും. അത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഈ പരാതി കെട്ടിച്ചമച്ചതാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇതിനെതിരെ കെജ്രിവാൾ ഒരക്ഷരം പോലും പറയുന്നില്ല? ഇവിടെ കെജ്രിവാളിന്റെ വസതിയിലെ CCTV ദൃശ്യങ്ങൾ മുഴുവനായിട്ടും പുറത്തൊന്നും വന്നിട്ടില്ല. അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമാണ് ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതും കെജ്രിവാളിന്റെ ഉദ്യോഗസ്ഥരാണ് പുറത്തു വിട്ടേക്കുന്നത്. അത് നിമിഷ നേരം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും തന്നെ വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇവിടെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഒരു കുറച്ചു ഭാഗങ്ങൾ മാത്രം പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടത് മുഴുവൻ ഭാഗം പുറത്തു കൊണ്ടുവരാം? ഇവിടെ കെജ്രിവാളിന്റെ പുതിയ മുഖങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഓരോ നിമിഷവും. ആം ആദ്മിയുടെ തകർച്ചയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. പാർട്ടിയുടെ ഇത്തരത്തിലുള്ള രീതി പാർട്ടിയിലെ നേതാക്കളെ ഏത് നിമിഷം വേണമെങ്കിലും കളം മാറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്.